കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ബാലിനെ കടയിൽ നിന്ന് ഗോമതി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. പക്ഷെ ബാലിന് ആകെപ്പാടെ തകർന്നു പോയി. വഴിക്ക് വെച്ചുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ. താൻ ഒരു കള്ളനെന്ന് പേര് കേൾക്കാൻ പോവാണ്. ഒന്നും രണ്ടും അല്ല, 101 പവനാണ് തന്റെ മകന്റെ കയ്യിലിരിക്കുന്നത്. പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ആര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുവരെ ഞാൻ കള്ളൻ എന്നൊരു പേര് കേട്ടിട്ടില്ല, ഇനി എനിക്കത് കേൾക്കാനും ആഗ്രഹമില്ല. അതുകൊണ്ട് നീ മിത്രയും കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ആ 101 പവനുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണമെന്ന് പറയാം. ഇത് കേട്ടാൽ ആര്യനും മിത്രയൊന്ന് ഞെട്ടി. എവിടുന്ന് കൊടുക്കാനാ? കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞത് കേട്ടല്ലോ, എത്രയും പെട്ടെന്ന്, ഇന്നെങ്കിൽ ഇന്ന് തന്നെ ആ സ്വർണം തിരികെ കൊടുത്തിരിക്കണം. അതിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ഗോമതി പറഞ്ഞ, അത് പിന്നെ ബാലേട്ടാ, എന്താ കാര്യം നീ ചോദിക്കണേ? ഒന്നുമില്ല. ഗോമതി ആ പാട് പേടിയായിപ്പോയി. താൻ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ചോദ്യങ്ങൾ വരും. ഈ സമയം ആരിനോട് ചോദിച്ചു, സത്യം പറയടാ, ആ സ്വർണം എവിടെയാന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛൻ ഞാന് നിന്നോടാ ചോദിച്ചേ, ആ സ്വർണം നീ എവിടെ കൊണ്ടേ വെച്ചു, എങ്ങനെ വെച്ചെന്നൊക്കെ. 101 പവന്റെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടേ ഇവള് പോന്നേന്നല്ലേ പറഞ്ഞ്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞു കേട്ടല്ലോ. ഇനി എന്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. സ്വർണം ഇന്ന് തന്നെ കൊടുക്കണം. എല്ലാവരുടെയും മുന്നേ നാണം കെട്ട് തല ഉണിച്ച് വയ്ക്കാനായിട്ട് എനിക്ക് പറ്റില്ല. നീ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നു, അതിനെക്കുറിച്ചോ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നില്ല. ഇനിയിപ്പോ ആ പ്രതീക്ഷകളൊക്കെ എന്റെ തകർന്നു. ഇനിയിപ്പോ എനിക്ക് കള്ളന്റെ പേര് കേട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞേ, എത്രയും പെട്ടെന്ന് കൃഷ്ണമംഗലംകാർക്ക് ആ സ്വർണം തിരികെ കൊടുത്തേക്കണം. പറഞ്ഞു കേട്ടല്ലോ. അല്ലാതെ ഇനി നിനക്ക് ഇവിടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റും നീ ചിന്തിക്കണ്ട. ഇത് നിന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഈ കുടുംബത്തെ മൊത്തം നാണക്കേടിലേക്ക് വലിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ കാര്യമില്ല എന്ന് പറയാണ് എന്നും പറഞ്ഞ് ബാലങ്ങ് തിരിഞ്ഞെടുക്കുമ്പോ ഗോമതി പറഞ്ഞു, ബാലണ്ണ എങ്ങോട്ടാ പോണേ? വന്ന് ഫുഡ് കഴിച്ച് എന്തായാലും കുളിയെ കഴിഞ്ഞ് വിശ്രമിക്കാൻ പറയാണ്. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, വേണ്ട, ഞാൻ കടയിലേക്ക് പോവാന്ന് പറയണം. അല്ല ബാലണ്ണൊന്നും കഴിച്ചില്ലോ? കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ, ഞാൻ കടയിൽ നിന്ന് കഴിച്ചോളാം എന്നും പറഞ്ഞ് ബാലനും കൂടെ ഇറങ്ങി പോവാണ്. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാത്രി മൊത്തം ഉറങ്ങാതിരുന്നാണ് ബാലൻ. അപ്പൊ ആ ഒരു വീട്ടിൽ വന്നൊന്ന് വിശ്രമിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നാണ്. അപ്പോഴാണ്ടേ വഴിക്ക് വെച്ച അനന്തനെ അച്യുതനെ കണ്ടേ. അതോടുകൂടി അതങ്ങനെ ആയിപ്പോയി. ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ ഗോമതീനെ വിളിച്ചോണ്ട് ആര്യൻ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം മിത്രയും കൂടെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമല്ലോ? അമ്മയുടെ തീരുമാനമായിരുന്നു, എടുത്തടിച്ച് അമ്മയൊരു തീരുമാനം എടുത്തു. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനും ഞാനും ഇപ്പൊ കള്ളനായിട്ട് നിൽക്കുവല്ലേന്ന് ചോദിക്കുക. എടാ മോനെ, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ല. അമ്മ ഇതൊക്കെ പ്രതീക്ഷിക്കണമായിരുന്നു. ഇപ്പൊ സമാധാനമായല്ലോ എന്ന് ചോദിക്കുക. ഇനി എവിടുന്ന് 101 പവൻ എടുത്തു കൊടുക്കും? ഇത് കേട്ടതും മിത്ര പറഞ്ഞ്, അല്ല അത് പിന്നെ ഒരുപക്ഷെ മിഥുനെ അന്വേഷിച്ച് കണ്ടെത്തുവാണെങ്കിൽ എവിടുന്ന് കണ്ടെത്തുമെന്ന് പറ. അവനെ കണ്ടെത്താന് അവൻ എവിടെ താമസിക്കണം നിനക്ക് എന്തെങ്കിലും അറിയാവെന്ന് ചോദിക്കും. അവന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാവോ? മിഥുനെ കുറിച്ച് എനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ബെസ്റ്റ്. എന്നിട്ടാണ് നീ അവന്റെ കൂടെ ഒളിച്ചോടാൻ പോയതില്ലേ? അവനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാതെ നീ എന്ത് ധൈര്യത്തിലാടി അവന്റെ കൂടെ ഒളിച്ചോടിയത്? അല്ല, അവന് ഈ പൈസ സ്വർണ്ണം കൊടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ വെച്ചതിന് ശേഷം ഒന്ന് ഒളിച്ചോടി അവിടെ എത്തിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്ന പോലും. അതിനുശേഷം അവനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ആ സ്വർണമായിട്ട് വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ച. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അവൻ ആ സ്വർണം കൊണ്ട് കടന്നു കളഞ്ഞ് എനിക്ക് അവനെ പിടികൂടാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടതും ആരും പറഞ്ഞു, ഇനിയിപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക് എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, എന്റെ അച്ഛൻ എല്ലാവരുടെ മുന്നേ നാണം കെടും. എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അറിയാലോ, എന്റെ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ അച്ഛൻ എന്നെ തല്ലുകയും അത് വഴക്ക് പറയുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ അച്ഛന്റെ മനസ്സിൽ എന്നോട് അത്ര സ്നേഹമുണ്ട്. ആ മനസ്സൊന്നും നൊന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് കേട്ടും ഗോമതി പറഞ്ഞു, ശരിയാ, ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ ആര്യ. ഒരു കാര്യം ചെയ്താലോ, അച്ഛനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോന്ന് ചോദിക്കാം. ഇത് കേട്ടോണ്ടാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത്. നല്ല കാര്യം, പെട്ടെന്ന് തന്നെ ചെന്ന് തുറന്നു പറ. ഇപ്പോഴാണെങ്കിൽ തുറന്നു പറയാൻ പറ്റുന്ന സമയം. അമ്മ ഇതെന്ത് ഭാവിച്ചാമ്മേ? അമ്മയോട് അപ്പോഴും ഞാൻ പറഞ്ഞു, ഇങ്ങനെ എടുത്തടിച്ചൊരു തീരുമാനം എടുത്തപ്പോൾ ആലോചിച്ചിട്ട് പോരേന്ന്. പക്ഷെ അമ്മ അതൊന്നും കേട്ടില്ല. ഇപ്പം മനസ്സിലായോ അതിന് അന്തരബലം എത്രമാത്രമെന്ന്? ഞാൻ കരുതിയിരുന്നില്ല മോളെ ഈ സ്വർണത്തിന്റെ കാര്യമൊക്കെ. അതിന് ശേഷമല്ല അറിയണേന്ന് ചോദിക്കാം. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ കര കയറാനുള്ള ഒരു മാർഗം കണ്ടെത്താൻ പറയണം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, ഇനിയിപ്പോ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. മിഥുനെ കണ്ടെത്തണം, അവന്റെ നിന്ന് സ്വർണം വാങ്ങണം. അല്ലാതെ വേറൊരു മാർഗമില്ല. ഒരു പക്ഷേങ്കിൽ പരസ്യമായിട്ട് അവനെ പോയി അന്വേഷിക്കാനും പറ്റില്ല. ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വേറൊരു നാണക്കേട് വേറില്ല. അറിയാലോ, എല്ലാരും അറിയും. അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാം. ഗോമതി പറഞ്ഞു,
അല്ലട മോനെ, നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാതെ നീ അവനെ എവിടെ പോയി കണ്ടെത്തുമെന്ന് ചോദിക്കാം. അതൊന്നും എനിക്കറിയില്ലമ്മേ, പക്ഷെ ഞാൻ നോക്കിയിട്ട് വേറൊരു പോംവഴിയും കാണുന്നില്ലെന്ന് പറയാം. ഈ സമയം ബാലൻ നേരെ കടയിലേക്ക് ഇല്ലുവാണ്. അപ്പൊ രാമേട്ടൻ ചോദിച്ചു, നീ എന്താടാ ബാല, പോയ പോലെ തന്നെ ഇങ്ങോട്ട് തിരികെ വന്നോന്ന് ചോദിക്കുക. ഏ ഒന്നുമില്ല രാമേട്ട, നീ എന്താടാ കുളിക്കുക ഡ്രസ്സ് മാറും ഒന്നും ചെയ്തിട്ടില്ലോ, നിനക്കിത് എന്ത് പറ്റി ബാല? ദേ നിന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ? വീട്ടിൽ ചെന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് നേരെ പോന്നോന്ന് ചോദിക്കുക. രാമേട്ട, ഞാൻ രാമേട്ടനോട് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ മറച്ചു വെക്കുന്നേ? അന്ന് ആര്യൻ ഒന്നും രണ്ടുമല്ല 101 പവന്റെ സ്വർണമായിട്ടാ മിത്ര അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ആ സ്വർണം തിരികെ കൊടുക്കണമെന്ന് കൃഷ്ണമംഗലംകാർ പറഞ്ഞു. പിന്നീട് വഴി വെച്ച് അനന്തനെ അച്യുതനെ കണ്ട കാര്യമൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇനി ആ സ്വർണം അവരുടെ കയ്യിൽ ഇല്ലേന്ന് ചോദിക്കുക. ഈ ഏട്ടൻ ബാലൻ പറഞ്ഞു, എനിക്കറിയത്തില്ല രാമേട്ട, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് കൃത്യമായിട്ടൊരു മറുപടി അവൻ തന്നിട്ടില്ല. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. അവൻ അങ്ങനത്തെ ഒരുത്തനല്ല, എനിക്കറിയാലോ. ആ നാട് ഒരു പൈസ പോലും എടുക്കത്തില്ല. പിന്നെ ആ സ്വർണം അവൻ എന്താണല്ലോ തിരിച്ചു കൊടുക്കും. അത് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? രാമേണ്ണ അറിയാലോ, ഇന്ന് വരെ ഞാൻ ഒരാളുടെ ഒരു 5 രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അർഹതയില്ലാത്ത പണം എടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഞാനാണ് നാളെ മിക്കവാറും ഇതിന്റെ പേരിൽ കേസും കോടതിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നാണക്കേടുണ്ടാവും. ആൾക്കാർ പറഞ്ഞ് ചിരിക്കും. ആൾക്കാരുടെ മുന്നിൽ ഞാൻ തല കുടിച്ച് നടക്കേണ്ടി വരും. ഇത് കേട്ടൻ രാമേട്ടൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ കൊടുക്കുമായിരിക്കും തിരിച്ച്. നീ വെറുതെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാണ്. പിന്നീട് രാമേട്ടൻ ബാലിനെ ആശ്വസിപ്പിക്കുക. ബാലൻ അങ്ങനെ പോയിരിക്കുക. പക്ഷെ ആ സമയത്തും ബാലിന്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നല്ലോ, ആ സ്വർണം എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണം, ഇല്ലെങ്കിൽ അതിപ്പരം വേറൊരു നാണക്കേടുമില്ല. ഈ സമയം ആര്യൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിൽ ആര്യൻ നിൽക്കുകയാണ്. അപ്പം ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എടാ ആ 101 പവൻ എടുത്തിട്ട് നീ എന്ത് ചെയ്യുന്ന ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ ധർമ്മമ്മ, ആ ചെലവായിപ്പോയി. എടാ 2 ദിവസം കൊണ്ട് നീ 101 പവൻ ചെലവാക്കാനായിട്ട് ഇത് മാത്രം നിനക്ക് എന്ത് വലിയ ചെലവായിരിക്കണേ? സത്യം പറ ആര്യ, നീ ആ സ്വർണം എന്ത് ചെയ്തു? എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ. ഒന്നെങ്കിൽ നിന്റെ കയ്യിൽ ആ സ്വർണം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് എന്തോ എവിടെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും തുറന്ന് പറയാന്ന് പറയണം. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ആ സ്വർണം തിരിച്ചു കൊടുത്തോളാന്ന് പറയാണ്. ആ സ്വർണ്ണമൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടൻ ധർമ്മം പറഞ്ഞു, എന്നാ പിന്നെ നിനക്ക് തിരിച്ചു കൊടുക്കാൻ എന്നാ മടിയിരിക്കണേ? അതങ്ങ് തിരിച്ചു കൊടുത്താൽ പോരെന്ന് ചോദിക്കാം. പെട്ടെന്ന് അങ്ങനെ കൊടുക്കുന്നില്ല, 2 ദിവസം കഴിയട്ടെ, അതിനുശേഷം ഞാൻ കൊടുത്തോളാന്ന് പറയാണ് എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം ആകാശം അങ്ങോട്ട് വന്നു. ആകാശോട് ധർമ്മം പറഞ്ഞു, എടാ എനിക്ക് ഇപ്പോഴും ബലമായ സംശയമുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ. നമ്മുടെ ആരിന് അങ്ങനെ സ്വർണ്ണമൊന്നും ആരുടെയും മേടിക്കുന്നതല്ല. അത് മാത്രമല്ല, മിത്ര എടുത്തുകൊണ്ട് വന്നാൽ പോലും ആരിനൊരിക്കലും അങ്ങനെ സമ്മതിക്കുന്നവനല്ല. അങ്ങനെ ആര് സ്വർണം എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും. എന്തോ ആരിനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ആ സ്വർണത്തിന്റെ കാര്യം പറയുമ്പോൾ അവനൊരു അയഞ്ഞ മട്ട. കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറയാം. നോക്കാം, നമ്മൾ ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ലോ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ധർമ്മമാമാന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പം നോക്കട്ടെ, അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് പറയണം. ഈ സമയത്ത് അനന്തനും അച്ഛനും തിരികെ വീട്ടിലേക്ക് എത്തുവാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ നന്ദിനി ചോദിച്ചു, എങ്ങനെയായി? പോയിട്ട് ഓഫീസിൽ പോയിട്ട് എങ്ങനെയായി കാര്യങ്ങൾ നിൽക്കുക? എങ്ങനെയായി? ഓരോരുത്തരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. മോളുടെ കല്യാണം മുടങ്ങിയല്ലേ, ആ ബാലന്റെ മോനെ വിവാഹം കഴിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തല താഴ്ത്താൻ പറ്റില്ലല്ലോ. നാളെയാണെങ്കിലും നമുക്ക് പുറത്തിറങ്ങി നടക്കണ്ടല്ലേ നിൽക്കും. എന്നാലും ആ നാണക്കേടൊക്കെ സഹിച്ചാൽ മുന്നോട്ട് പോകുന്നേ. ഇനി ഒരിക്കലും അവൾക്ക് ഈ പടി കിടക്കാന്നുള്ള ചിന്ത വേണ്ടാന്ന് പറയണം. നന്ദിത പറഞ്ഞു, സാരമില്ല, നമ്മുടെ മോളല്ലേന്ന് ചോദിക്കാം. നമ്മുടെ മോളോ? അവളെ ഞാൻ മോളായിട്ടും കണക്കൂട്ടാൻ പോകുന്നില്ല. എന്റെ മനസ്സിന്റെ വേദന എന്താന്ന് ഒരിക്കലും ആ ബാലിനെ അറിയും. നീ കണ്ടായിരുന്ന ആ ബാലിനെ വഴിക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ട് സ്വർണം തിരികെ തരണമെന്ന്. ഇത് കേട്ടോണ്ടാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ. മുത്തശ്ശി പറഞ്ഞു, എടാ നീ എന്തിനാണ് ആ സ്വർണം തിരികെ വാങ്ങുന്നേ? അത് മിത്രമോൾക്കുള്ളതല്ലേ, അത് അവൾക്ക് തന്നെ ഇരിക്കട്ടെ. ഇനി അത് തിരിച്ചു വാങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? നിനക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ, അത് അവനിരിക്കട്ടെ. ആന്നല്ലേ അവളെ വിവാഹം കഴിച്ചിരിക്കുന്നേ, അത് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. ഈ സമയം അച്യുതൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഈ കാര്യത്തിൽ അമ്മ ഇടപെടേണ്ട കാര്യമില്ല. ഏട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, അതങ്ങനെ കണ്ടവന് കൊണ്ടേ സൂഹിക്കാനുള്ളതല്ല. പ്രത്യേകിച്ച് ആ ബാലിനും അവന്റെ മോനും. ശത്രുക്കൾ അങ്ങനെ കൊണ്ടേ സൂഹിക്കാൻ കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ മിത്ര, അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാ. അവളിനി എങ്ങനെ വേണം ജീവിച്ചോട്ടെ. അവൾക്ക് അത്ര തൻ്റെയോടെ ഉള്ളതുകൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്. ഇതങ്ങനെ വെറുതെ അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ദിവസം സമയം കൊടുക്കും. ഒരു ദിവസത്തിനുള്ള സ്വർണം കിട്ടിയില്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. ബാലനും അവന്റെ മകനൊക്കെ കോടതി കയറട്ടെ, നമുക്കറിയാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറയാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ അടുത്തൊരു പ്രശ്നം ഉണ്ടായേക്കല്ലേ, അറിയാലോ. ഇത് കേട്ടപ്പോ അനന്തം പറഞ്ഞു, ഇതേക്കുള്ളിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാനമ്മേ? അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് അറിയാലോ,
നാണക്കേട് കാണാൻ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാ. അമ്മയ്ക്ക് വീട്ടിനകത്ത് ഇരുന്നാൽ മതി, പക്ഷെ പുറത്തിറങ്ങി നടക്കുന്ന ഞങ്ങൾക്ക് അതിന്റെ വേദനയും വിഷമം അറിയത്തുള്ളൂ. ഒരു കല്യാണമല്ല, 2 കല്യാണമാണ് മുടങ്ങിയേക്കുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്ക് മനസ്സിലാണെങ്കിലേ അമ്മ ഈ സിറ്റുവേഷനിലേക്ക് എത്തണമെന്ന് പറയാം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ, ഒന്നുമല്ലേ അവൻ നല്ലൊരു ആൺകുട്ടിയുടെ കൂടെയല്ലേ അവൾ ഇറങ്ങിപ്പോയിരിക്കുന്നേ. പിന്നെ നീക്കുന്ന ടെൻഷൻ അടിക്കുന്നേ. ആര്യം നല്ലവനാടാ, പൊന്നു പോലെ അവളെ നോക്കുന്നു പറയാം. ഇതേ മിണ്ടാതിരുന്നോണം, അമ്മയായിപ്പോയി, അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അനന്തം കയറി പോവാണ്. ഈ സമയം നന്ദിത വന്നിട്ട് പറഞ്ഞു, വെറുതെ എന്തിനമ്മേ വഴക്ക് കേൾക്കുന്നേ, അറിയാലോ. അല്ലെങ്കിൽ തന്നെ അവൾ നല്ല ദേഷ്യത്തിലായിരിക്കുന്നേ. അമ്മ ഇനി ഒന്നും പറയാൻ പോണ്ടെന്ന് പറയാം. ഈ സമയം അലോക് വന്നിട്ട് പറഞ്ഞു, അല്ലേലും മുത്തശ്ശി ഇങ്ങനെയാ, എന്തൊക്കെ കാണിച്ചാലും മിത്രയുടെ സ്നേഹക്കൂടുതല്, ബാക്കിയുള്ളവരുടെ ജീവിതം ഒന്നും ഒരു കാര്യമല്ല. ഇപ്പൊ തന്നെയാലും ഞാൻ പുറത്തു പോലും ഇറങ്ങുന്നില്ല. എന്റെ മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാൻ മുത്തശ്ശിക്ക് പറ്റുന്നില്ലെന്ന് പറയാം. എടാ മോനെ, നിന്റെ കല്യാണം മുടങ്ങിയെന്ന് ഓർത്താത്ത ആ സംഭവമൊന്നും അല്ല. നിനക്ക് ഇനി വേറെ പെണ്ണ് കിട്ടത്തില്ലെന്ന് ചോദിക്കും. ദേ മുത്തശ്ശി, ഞാനൊന്നും പറയുന്നില്ലെന്ന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോകണം. ഈ സമയം രാജേശ്വരി വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ വെറുതെ അവനുമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാൻ പോന്നേ. ദേ അവന്റെ മനസ്സിന്റെ വിഷമം എത്ര നമുക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പൊ ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം തന്തിയത് പറഞ്ഞു, ഈ പ്രശ്നങ്ങളൊക്കെ ഇനി എന്ന് തീരുവോ? ഒന്ന് മാറുമ്പോ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ എന്റെ ഗുരുവായൂരപ്പ. എല്ലാം നീ കാണുന്നില്ലേ? എനിക്കെന്റെ മിത്രമോളെ കാണാഞ്ഞിട്ട് വല്ലാത്ത സമാധാനക്കേടാ. അവളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീർന്നാൽ മതിയെന്ന് പ്രാർത്ഥിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.